രാജ്യങ്ങളുടെ എല്ലാം സൈനിക കരുത്ത് അളക്കുന്നത് പ്രധാനമായും അവരുടെ വ്യോമസേനയുടെ കരുത്ത് നോക്കിയാണ്. കരസേനയും നാവികസേനയും ഒരേപോലെ പ്രധാനമാണെങ്കിലും മറ്റൊരു രാജ്യത്തേക്ക് പെട്ടെന്ന് കടന്നു ചെന്ന് ഒരു ആക്രമണം നടത്തി തിരിച്ചു പോരാൻ കഴിയുന്നത് വ്യോമസേനക്കാണ്. രാജ്യത്തിന്റെ സ്വന്തം ആകാശപരിധി സംരക്ഷിക്കാനും ശത്രുക്കളുടെ ഭീഷണികളോട് അതിവേഗം പ്രതികരിക്കാനും എപ്പോഴും ആശ്രയം വ്യോമസേനയാണ്. ഇപ്പോൾ 2026 ആഗോള വ്യോമസേന റാങ്കിങ്ങിൽ വൻ ആധിപത്യവുമായി അമേരിക്ക തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യ ലോകശക്തികൾക്കിടയിൽ 4ാം സ്ഥാനത്ത് സുരക്ഷിതമായി തുടരുകയാണ്. ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയ്ക്ക് 13,032 വിമാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 2ാം സ്ഥാനത്തുള്ള രാജ്യത്തേക്കാൾ 3 ഇരട്ടിയിലധികം വിമാനങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. ലോകത്തിലെ അനിഷേധ്യ ശക്തിയായി അവരെ നിലനിർത്തുന്നതും ഈ മേൽക്കൈ തന്നെയാണ്. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ യഥാക്രമം റഷ്യയും ചൈനയും ആണുള്ളത്. 2ാം സ്ഥാനത്തുള്ള റഷ്യക്ക് 4,237 വിമാനങ്ങളുണ്ട്. തൊട്ടു പിന്നാലെ 3,529 വിമാനങ്ങളുമായി ചൈന നിൽക്കും. പതിവുപോലെ ലോകത്തെ ഏറ്റവും വലിയ വ്യോമസേനകളിൽ മുൻനിരയിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഈ 2 രാജ്യങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ മുൻനിര വ്യോമശക്തികളിൽ ഒന്നായി ഇന്ത്യ തുടരുകയാണ്. 2,183 വിമാനങ്ങളുമായി ഇന്ത്യ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. ദക്ഷിണേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ വ്യോമസേന കൂടിയാണ് ഇന്ത്യയുടേത്. ഈ ആഗോള വ്യോമസേന റാങ്കിങ്ങിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ശക്തമായ സാന്നിധ്യവുമുണ്ട്. ദക്ഷിണ കൊറിയ 1,540 വിമാനങ്ങളുമായി 5ാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നാലെ ജപ്പാനും പിന്നെ പാകിസ്ഥാനുമുണ്ട്. 1,397 വിമാനങ്ങളാണ് പാകിസ്ഥാനുള്ളത്. പിന്നീടുള്ളത് തുർക്കി, ഈജിപ്ത്, ഫ്രാൻസ്, UK, സൗദി, ഉത്തര കൊറിയ, ഇറ്റലി, ഇസ്രയേൽ എന്നിവരാണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യവും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഈ റാങ്കിംഗ് കാണിച്ചു തരുന്നത്. 2026 കണക്കുകൾ പ്രകാരം അമേരിക്ക ബഹുദൂരം മുന്നിലാണെങ്കിലും റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള വ്യോമശക്തിയിൽ തങ്ങളുടെ സ്ഥാനങ്ങൾ സ്ഥിരമായി നിലനിർത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തിറക്കിയ പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അവിടെ ചൈന 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അമേരിക്കയും റഷ്യയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളത്. ലോകത്തിലെ 103 രാജ്യങ്ങളിലെ കരസേന, നാവികസേന, മറൈൻ ഏവിയേഷൻ വിഭാഗങ്ങൾ ഉൾപ്പെടെ 129 വ്യോമ സേവനങ്ങളെ റാങ്കിങ്ങിനായി അവർ പരിഗണിച്ചിരുന്നു. ആധുനികവൽക്കരണം, ലോജിസ്റ്റിക്കൽ പിന്തുണ, ആക്രമണശേഷി, പ്രതിരോധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ട്രൂവാൽ റേറ്റിംഗ് ഫോർമുല ഉപയോഗിച്ച് വ്യോമശേഷി നിർണ്ണയിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ 31% യുദ്ധവിമാനങ്ങളും 29% ഹെലികോപ്റ്ററുകളും 22% പരിശീലന വിമാനങ്ങളുമാണ് ഉള്ളതെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ വിവിധ ഏജൻസികളുടെ വിവിധ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സർവേകളിൽ എല്ലാം തന്നെ ഇന്ത്യ മുൻനിരയിൽ തന്നെ സ്ഥാനം ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഓർഡർ നൽകിയതും നിർമ്മാണത്തിൽ ഇരിക്കുന്നതുമായ യുദ്ധവിമാനങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ ഭാവിയിൽ ഇന്ത്യ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്താൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്.